എല്ലാ പ്രേക്ഷകർക്കും കേരള ഇൻസൈറ്റ് ചാനലിലേക്ക് സ്വാഗതം. ഈ വാക്കുകൾ കേൾക്കുക. കേരളത്തിൻ്റെ മുൻ വൈദ്യുതി മന്ത്രിയായിട്ടുള്ള എം മണി എന്താണ് പറയുന്നതെന്ന് നോക്കാം. വൈദ്യുതി കിട്ടാനുണ്ട്, കാശ് കൊടുക്കണമെന്നേ ഉള്ളൂ. കാശ് സണ്ണി ജോസഫിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല, നാട്ടുകാർ കൊടുത്തോളും. അപ്പോൾ ഇങ്ങനെയാണ് കേരളം കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ചതെന്ന് ഏകദേശം ജനങ്ങൾക്ക് മനസ്സിലായി. ഭരണപാഠവമുള്ള ആൾ, നല്ല മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞാണ് റിപ്പോർട്ടർ ചാനൽ ഇദ്ദേഹത്തെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ വരും വരായികളെക്കുറിച്ച് എന്തുകൊണ്ട് ഈ റിപ്പോർട്ടർ പോലെയുള്ള ചാനൽ പറയുന്നില്ല? അപ്പോൾ ഇവരുടെയൊക്കെ ശരിക്കും ഉള്ളിലെ രാഷ്ട്രീയം എന്താണ്? ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു വിവരക്കേടിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ചാനൽ ശരിക്കും പറഞ്ഞ് ജനങ്ങളുടെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാനലാണോ, അതോ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാനലാണോ? ഇതൊക്കെ കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതിൻ്റെ അവതാരകൻ. എന്നാൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈദ്യുതി പ്രതിസന്ധി വന്നത് എന്നതിനെ സംബന്ധിച്ച് യാതൊരു വിധമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളോ അല്ല അഭിപ്രായങ്ങളോ ഈ ചാനലിൻ്റെ അവതാരകൻ പറയുന്നില്ല എന്ന രസം. നിങ്ങൾ കടം വാങ്ങി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ജനങ്ങൾ ഒന്നും പറയത്തില്ല, അവർ കടം വീട്ടിക്കോളും. നമുക്ക് എന്ത് പദ്ധതി വേണമെങ്കിലും കടം വാങ്ങി നീക്കാം, അതിൽ കുറേ പൈസ നമുക്കും അടിച്ചു മാറ്റാം. ഇതായിരുന്നു ഇവരുടെ ഭരണരീതി. നമുക്കെല്ലാം അറിയാം, കേരളത്തിൽ ആവശ്യമായതിൻ്റെ 40% വൈദ്യുതി മാത്രമേ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കി വൈദ്യുതി നമ്മൾ പുറത്തുനിന്ന് കരാറുകൾ പ്രകാരം വാങ്ങേണ്ടതുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും നമുക്ക് വൈദ്യുതി ലഭിക്കും. എന്നാൽ ഇത് വലിയ റേറ്റ് കൊടുത്ത് വാങ്ങേണ്ടി വരും. അത് സർക്കാരിന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്. ഇനിയൊരു കറണ്ട് ചാർജ് വർധനവ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. മാത്രമല്ല ഈ പറയുന്നവർക്ക് സമരം ചെയ്യാനൊരു കാരണം കൂടിയാവുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ എത്ര ശതമാനം വർധനവാണ് ഉണ്ടായതെന്ന് ഈ മണി വ്യക്തമാക്കേണ്ട കാര്യമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പ്രൊജക്റ്റുകൾ പോലും അത് കാലതാമസം കൂടാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. എം മണി പറയുന്നത് കേട്ടാൽ തോന്നും നമ്മുടെ വീട്ടിൽ ഒരു ദിവസം ആഹാരം വെക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളോട് പറയാണ്, നിങ്ങൾ തൊട്ടടുത്ത ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചോളൂ. അവരവിടെ പോയി ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഹോട്ടൽ ഉടമ നമ്മളോട് ചോദിക്കുന്നു, ഭക്ഷണത്തിൻ്റെ പൈസ ചോദിക്കും, പറയുകയാണ് അവർ തന്നോളും, അവർ ജോലിയെടുത്ത് തന്നോളും പൈസ എന്ന് പറയുന്ന ഒരു ന്യായമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഒരു പ്രോജക്റ്റുകൾ പോലും പൂർത്തിയാക്കാത്തതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു യൂണിറ്റ് വൈദ്യുതി പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധികൾ മാത്രവുമല്ല, നീണ്ട കാലതാമസം, ഭൂമി ഏറ്റെടുക്കലിലെ തടസ്സങ്ങൾ പലപ്പോഴും പദ്ധതികളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ബാധിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ പുതിയ വലിയ ജലവൈദ്യുത പദ്ധതികൾ കുറയാൻ കാരണം പരിസ്ഥിതി നിയമങ്ങൾ കൂടുതൽ കർശനമായതാണ്. അതുപോലെ തന്നെ വനഭൂമി സംരക്ഷണ നയം, കാലാവസ്ഥാ വ്യതിയാനം മൂലം മഴയുടെ അനിശ്ചിതത്വം, മഴ കൃത്യമായി ലഭിക്കാൻ സാധ്യത കുറവുള്ള സമയങ്ങളുണ്ട്. അതുപോലെ തന്നെ വലിയ അണക്കെട്ടുകൾ സാമൂഹിക എതിർപ്പ് നേരിട്ടിട്ട് നിർത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൗരോർജ്ജത്തിനും കാറ്റാടിപ്പാടങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ദേശീയ നയം. ഇനി കേരളത്തിന് മുമ്പിലുള്ള വഴി എന്ന് പറഞ്ഞാൽ നിലവിലുള്ള നമ്മുടെ ജലവൈദ്യുത നിലയങ്ങളുടെ നവീകരണമാണ്. അതുപോലെ തന്നെ പമ്പ്ഡ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം മഴ ലഭിക്കുന്ന സമയത്ത് വെള്ളം അവിടെ നിന്ന് നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സംഭരണ ശൃംഖല ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടേക്ക് അണക്കെട്ടിലേക്ക് വീണ്ടും പമ്പ് ചെയ്ത് വെള്ളം ലഭിക്കാത്ത സമയത്ത് പമ്പ് ചെയ്തുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്കൊരു പല പദ്ധതികൾ നമുക്ക് പല സ്ഥലങ്ങളിൽ ആസൂത്രണം ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൗരോർജ്ജവും ബാറ്ററി സംഭരണ സംവിധാനങ്ങളും ഒക്കെ വ്യാപിപ്പിക്കാം. അതുപോലെ തന്നെ വൈദ്യുതി നഷ്ടം കുറയ്ക്കാൻ വേണ്ടി വൈദ്യുതി പ്രസരണ ശൃംഖല, ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് കുറേ കൂടെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കേരളത്തിൻ്റെ വൈദ്യുതി ആവശ്യകത വർഷം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ പുതിയ ഉൽപ്പാദന പദ്ധതികൾ, നവീകരണ പ്രവർത്തനങ്ങൾ, പുതുക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകളുടെ വികസനം എന്നിവ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാതെ ഞാനാണ് മിടുക്കൻ, അല്ല നീയാണ് മിടുക്കൻ എന്ന് പറയുന്നതല്ല. എൻ്റെ ഗവൺമെൻറ്റാണ് നല്ലത്, മറ്റേ ഗവൺമെൻറ്റാണ് നല്ലത് എന്നതല്ല. ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റും ഭരണാധികാരികളുമാണ്. ഇത്തരത്തിൽ ചാനലുകൾ വന്നിരുന്ന് മുടന്യായം പറയുന്നതല്ല. കേരളത്തിനൊരു വിഷൻ ഉണ്ടായിരിക്കണം. ആ വിഷനിൽ കൂടെ കാര്യങ്ങൾ നടപ്പാക്കാനുള്ള കഴിവുള്ളവരായിരിക്കണം മന്ത്രിമാരാകേണ്ടത്. നിങ്ങളുടെ കഴിവുകേടിൻ്റെയും തോന്നിയാസങ്ങളുടെയും എല്ലാം ഭാരം ജനങ്ങളുടെ മണ്ടയിൽ അടിച്ചേൽപ്പിച്ചതിന് ശേഷം വീണ്ടും വന്നിരുന്ന് ഗീർവാണം അടിക്കുന്ന രീതി ഇനി ജനങ്ങൾ അംഗീകരിച്ചു തരില്ല.
ജനങ്ങൾക്ക് വേണ്ടത് വ്യക്തമായ കാഴ്ചപ്പാടുകളോട് ഭരിക്കുന്ന ഒരു സംവിധാനത്തെയാണ്. അത് ഏത് മുന്നണിയായാലും ജനങ്ങൾ സ്വീകരിക്കും. ഒരു പക്ഷേ തോറ്റവർക്ക് ജയിച്ചവരെക്കാൾ കൂടുതൽ ഐഡിയകൾ കാണാം. ആ തോൽവിയുടെ ആഘാതത്തിൽ അവർ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. അതൊക്കെ വന്നിരുന്ന് ഇത്തരം ചാനലുകളും അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ വിളമ്പുമ്പോൾ നല്ലതാണെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ജനങ്ങൾ അതേ രീതിയിൽ തന്നെ അതിനെ തിരസ്കരിക്കും. അതുപോലെ തന്നെ ചില മാധ്യമങ്ങളോട് പറയുകയാണ്, മാങ്ങ കാണിച്ചിട്ട് ഇത് തേങ്ങയാണെന്ന് ആരെക്കൊണ്ടേലും പറയിപ്പിച്ച് കഴിഞ്ഞാൽ അത് മാങ്ങയാണെന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾ പണ്ടുണ്ടായിരുന്നു. ഇന്ന് അവർക്കറിയാം ഇത് ChatGPT കാലമാണ്. അവർക്കറിയാം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് മാങ്ങയാണെന്നും നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് തേങ്ങയുടെ കാര്യമാണെന്നും. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.